പിള്ളേരെ 3 പേരെയും വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ നിങ്ങളെൻ്റെ മുഖത്ത് കണ്ടത്. പിള്ളേർക്കും അതുപോലെ തന്നെ ചേച്ചമ്മയുടെ വീട്ടിലേക്ക് കളിക്കാനും ഒക്കെ ആയിട്ട് വരുന്നതിൻ്റെ ഒരു സന്തോഷമാണ്. ഇത് പള്ളിയിൽ ക്രിസ്മസിന് വെച്ചിരിക്കുന്ന ഇതാണ് കേട്ടോ, പുൽക്കൂടാണ് ഇപ്പോൾ കണ്ടത്. ഇത് പെരുന്നാളിന് വേണ്ടിയിട്ട് ആൾക്കാർ അലങ്കരിച്ചിരിക്കുകയാണ്. ഇവിടെ യാക്കോബ്സ്ലിയുടെ പെരുന്നാളാണ്, വലിയ പെരുന്നാൾ. സെൻറ്റ് ലൂയിസ് പുണ്യാളൻ്റെ പള്ളിയാണെങ്കിലും ഇടവക മധ്യസ്ഥൻ യാക്കോബ്സ്ലിയാണ്. അപ്പോൾ മുണ്ടംവേലി യാക്കോബ്സ്ലിയുടെ പള്ളി എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ള പള്ളിയാണ്. മാറാരോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പണ്ട് കാലം മുതലേ ദൂര സ്ഥലത്തുനിന്നും ആളുകൾ ഇവിടെ നേർച്ച കഴിക്കാനായിട്ട് വരുമായിരുന്നു. രാവിലെ ആയിരുന്നു പെരുന്നാൾ കുർബാന. അപ്പോൾ ഞങ്ങൾ പെരുന്നാൾ കുർബാനയ്ക്ക് വന്നപ്പം ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടാണ് പോയത്. അപ്പോൾ വൈകുന്നേരം ചേട്ടത്തി മോളും പേരക്കിടാവും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒപ്പം ഞങ്ങൾ ഇറങ്ങിയതാണ്. അല്ലെങ്കിൽ പ്രദക്ഷിണം കയറണ സമയമാകുമ്പോൾ സന്ധ്യയ്ക്ക് വരാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പിള്ളേർക്ക് പിന്നെയും എന്തൊക്കെയോ വാങ്ങിക്കണം എന്നും പറഞ്ഞ് അങ്ങനെ കടകളൊക്കെ കയറി ഇറങ്ങി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ആ കഴിക്കണ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, അതിന് പേരൊന്നും എനിക്കറിയില്ല. പൊട്ടറ്റോ എന്തോ ഈർക്കിളിയിൽ എന്നിട്ട് കുത്തി വെച്ചിട്ട് ഫ്രൈ ചെയ്യണതാന്ന് തോന്നണം. ഒരാൾ വാങ്ങിച്ചപ്പോൾ മറ്റേ ആൾക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോഴേക്കും സമയം പോയത് അറിഞ്ഞില്ല കേട്ടോ. പ്രദക്ഷിണം തിരിച്ച് കയറാറായി. ഉച്ചയ്ക്ക് ഇറങ്ങുന്നതാണ് പ്രദക്ഷിണം. ഉച്ചയെന്ന് പറഞ്ഞാൽ ഉച്ച തിരിഞ്ഞിട്ട് ഏതാണ്ട് 3 മണിയോടുകൂടി ഇറങ്ങുന്ന പ്രദക്ഷിണം തിരിച്ച് കയറുന്നത് 7:30 മണി ഒക്കെ ആകുമ്പോഴാണ് കേട്ടോ. ഞാൻ വേറൊരു സ്ഥലത്തും ഇത്ര ലോങ്ങിൽ പ്രദക്ഷിണം പോകുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ പ്രദക്ഷിണം തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ശിങ്കാരിമേളവും ഒക്കെ ഉണ്ട്. രൂപം എത്താറായിട്ടില്ല. അപ്പോൾ പ്രദക്ഷിണം കയറി തുടങ്ങിയപ്പോഴേക്കും ഫയർ വർക്ക്സും തുടങ്ങി കേട്ടോ. ഈ ഡിസംബർ ജനുവരി മാസത്തിൽ കൊച്ചിയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് മുണ്ടംവേലി എന്ന് പറയുന്ന സ്ഥലം തോപ്പുംപടി കൊച്ചി ആ ഭാഗമാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ വരും, ഒരുപാട് ദൂരെ നിന്നും. നമ്മുടെ ഈ ഇടവകയിൽ ഈ ഏരിയയിലുള്ള ആൾക്കാർ മാത്രമല്ല, കെട്ടിച്ച് വിട്ട ആൾക്കാരും ബന്ധുക്കളും അങ്ങനെ ഒരുപാട് ആളുകൾ വരും. അപ്പോൾ പള്ളിമുറ്റം വലിയൊരു ഗ്രൗണ്ടാണെങ്കിലും ഫുള്ള് തിങ്ങി നിറഞ്ഞായിരിക്കും ആൾക്കാർ. പെരുന്നാൾ ഡിസംബർ 30-നായത് കാരണം ജാനുവരി 1 കൂടെ കണക്കാക്കിയിട്ടാണ് എല്ലാവരും മുണ്ടംവേലിയിലേക്ക് വരുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാനും ന്യൂ ഇയർ ആഘോഷിക്കാനും ഒക്കെയുള്ള ആ ഒരു കാരണം തന്നെയാണ്. പ്രദക്ഷിണത്തിൻ്റെ കൂടെയുള്ളവരെല്ലാവരും ഉച്ചയ്ക്ക് ഇറങ്ങിയിട്ട് ഈ സമയത്ത് കയറുന്നവരല്ല കേട്ടോ. ഇവിടുത്തെ ചില പ്രത്യേകതകളിലൊന്നാണ് ഇടപ്പള്ളി പള്ളിയിലെ പോലെ തന്നെ രൂപം വരുമ്പം പൊരി എറിഞ്ഞിട്ടാണ് നേർച്ച കഴിക്കുന്നത്. അതായത് നമ്മുടെ മാറാരോഗങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് എറിഞ്ഞു കളയുന്നത് പോലെ പുണ്യാളൻ്റെ ആ രൂപത്തിലേക്ക് പൊരി ആണ് മെയിനായിട്ട് എറിയുന്നത്. പിന്നെ ഈ പെരുന്നാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് പരിചമുട്ടുകളി. പരിചമുട്ടുകളി ഇത് ഈ ഇതിൻ്റെ തിരക്കിൽ ഞങ്ങൾക്ക് ആ ഫ്രണ്ടിലോട്ട് കയറി നിന്നിട്ട് പരിചമുട്ടുകളിയുടെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുരിശുപള്ളിയുണ്ട്. അവിടുത്തെ പരിചമുട്ടുകളിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ രൂപം കോമ്പൗണ്ടിനകത്തേക്ക് കയറി. അപ്പോൾ എല്ലാവരും പൊരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാനിമോളുടെ വലിയൊരു സംശയം, പൊരി എറിഞ്ഞു കൊടുക്കണത് പുണ്യാളന് കഴിക്കാനാണോ എന്ന് വിശക്കുമ്പോൾ. അവളുടെ തമാശ കേട്ടിട്ട്, തമാശയല്ല അവളുടെ സംശയം കേട്ടിട്ട് തൊട്ടടുത്ത് നിൽക്കണവർ ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ അസുഖം മാറാൻ വേണ്ടിയിട്ടുള്ള നേർച്ചയാണെന്നൊക്കെ. കൊച്ചു കണ്ടിട്ടില്ലല്ലോ ഇതുപോലെ ഫുഡൊന്നും ഭക്ഷണ സാധനങ്ങളൊന്നും ഇതുപോലെ എറിയുന്നത്. സാധാരണ അവർ എറിഞ്ഞു കളയുമ്പോൾ നമ്മൾ ചീത്ത പറയാറില്ലേ പതിവ്. അപ്പോൾ ഇതിങ്ങനെ എറിഞ്ഞപ്പോൾ അവൾക്കൊരു ഭയങ്കരമായ സംശയം, പുണ്യാളന് വേണ്ടിയിട്ടാണോ അത് എറിഞ്ഞു കൊടുക്കണേന്ന്. ഇതിൻ്റെ ഇടയിൽ കൂടി ഏതോ കൊച്ചെറിഞ്ഞപ്പോൾ കവറോടുകൂടി പോയിട്ടാ അത് രൂപക്കൂടിൻ്റെ മുകളിൽ തങ്ങുകയും ചെയ്തു. ആർക്കും പെട്ടെന്ന് എടുത്ത് കളയാൻ പറ്റാത്ത രീതിയിലാണ് ആ കവർ അവിടെ പെട്ടുപോയേക്കണത്.
ഇടയ്ക്കൊന്ന് നിർത്തി കൊടുത്തിട്ടോ നേർച്ചയിടാനും മാലയിടാനും ഒക്കെ ആയിട്ട്. പള്ളിയുടെ അകത്തേക്ക് രൂപം കയറ്റാൻ പോവുകയാണ്. അപ്പോൾ രൂപം തിരിച്ചേ കയറ്റുള്ളൂ എന്ന് വെച്ചാൽ ഇപ്പോൾ രൂപം കൊണ്ടുപോയത് അൾത്താരയ്ക്ക് അഭിമുഖമായിട്ട് പുണ്യാളനിരിക്കുന്ന രീതിയിലാണ് കൊണ്ടുപോയത്. ഇനി പള്ളിയുടെ അകത്ത് കയറ്റി വയ്ക്കുമ്പം ഫ്രണ്ട് ഡോറിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിൽ ആണ് പുണ്യാളൻ്റെ രൂപം വയ്ക്കുന്നത്. അപ്പം പുറത്തുനിന്ന് തന്നെ തിരിച്ചിട്ടേ അകത്തോട്ട് കയറ്റുള്ളൂ. അപ്പം അതിനുള്ള ഇതാണ് ചെയ്യണം. അവിടെ പന്തലിട്ടേക്കണ കാരണം മേളിൽ മുട്ടാതെയൊക്കെ തിരിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുണ്യാളനെ അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ആകുമ്പോഴേക്കും ഭയങ്കര തിരക്കായി പോകും.